നമസ്കാരം. ലോകമെമ്പാടുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ പുതിയ സംരംഭമായ മലബാർ വിഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മലയാളികളുടെ നേരിൻ്റെ നിറക്കാഴ്ചകൾ പകർത്താനും പകരാനും ഞങ്ങൾ ഇതവിടെ അവതരിപ്പിക്കുന്നു മാവേലി അറ്റ് ലൈവ്. എന്നാൽ നമുക്ക് അടിച്ചു പൊളിക്കല്ലേ, പക്ഷേ ഒരാൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ഒരാളാ. അവരെയും കാത്തിരിക്കുക, സമയം ഒരുപാട് പോകുന്നുണ്ട്. ഓണം ഈ പ്രാവശ്യം ആഘോഷിക്കുന്നുണ്ടോ? ആഘോഷിക്കുന്നുണ്ട്. പൂവിട്ടിട്ടുണ്ടോ? പൂവിട്ടോണ്ടിരിക്കുകയാണ് വീട്ടിലിട്ടേക്ക്, പിന്നെ റെസിഡൻസിന്റെ ഇട്ടോണ്ടിരിക്കുന്നു. ഇവിടെ പൂവിടുന്നുണ്ടോ? എന്താണ്, എത്രല്ല പഠിക്കുന്നത് എല്ലാരും? ആറാം ക്ലാസ്സില്. മോളോ? +2. മോളോ? 4. അങ്ങനെ സ്കൂളിലൊക്കെ ഓണം എങ്ങനെ, കോളേജിലൊക്കെ നല്ലോണം ആഘോഷിക്കാറുണ്ടോ? ഇന്നലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു, അടിപൊളി. ഓണത്തെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ഓണം നമ്മുടെ കേരളീയ ഒരു പ്രത്യേക വിശേഷമല്ലേ, വളരെ സമ്പൽ സമൃദ്ധവും മറ്റേതായ ഒരു വിശേഷമായിട്ടല്ലേ ഓണം കാണുന്നത്. സമത്വസുന്ദരമായ ഒരു രാജാവ് ഭരിച്ചിരുന്ന കാലം അത് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആണ് ഓണത്തെക്കുറിച്ച് ഇനി പറയാൻ്റെ പറയും. ഈ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കൊണ്ടാണല്ലോ സാർ ബുദ്ധിമുട്ടുന്നത് എല്ലാവരും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വികസനത്തെക്കുറിച്ച്? വികസനം ഇല്ലാത്തത് കൊണ്ടല്ല, ഇവിടെ പെരുകി വരുന്ന വാഹനങ്ങളുടെ ബാഹുല്യമാണ് ഇവിടെ അപകടത്തിന് കാരണവും. പിന്നെ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണ് റോഡ് പെട്ടെന്ന് ചീത്തയാവുന്നത്. അത്തരത്തിൽ ഇതുകൊണ്ടാണ് കൂടുതലുണ്ടാകുന്നത്. ബാക്കി കുറേ കാര്യങ്ങൾ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും യഥാസമയം നടക്കാത്തതിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലുണ്ടാകുന്നത്. ശരി, ഇപ്പൊ രാഷ്ട്രീയ ഭരണം ഒഴിവാക്കി നാം തന്നെ ഭരിക്കണം എന്നുള്ള എന്ന് തോന്നുന്നുണ്ടോ സാറിന്? നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇന്നത്തെ നമുക്കത് ആ രീതിയിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഓണം ഈ പ്രാവശ്യം അടിച്ചു പൊളിച്ചല്ലോ എല്ലാവരും. എല്ലാ സാറുമാർക്കും എന്റെ ഓണാശംസകൾ. സാറിന് എന്താണ് പറയാനുള്ളത് വികസനത്തെ കുറിച്ച്, കേരളത്തിന്റെ വികസനത്തെ കുറിച്ച്? കേരളത്തിന്റെ വികസനം അതിവേഗം ബഹുദൂരുന്ന പരിപാടി പ്രകാരം വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് നല്ല സംസ്ഥാനത്തെക്കാട്ടിലും വേഗത്തിലും നമ്മളെ കേരളം വികസിച്ചു വരികയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും IT മേഖലയിലായിക്കോട്ടെ, സാമ്പത്തിക മേഖലയിലായിക്കോട്ടെ, ക്രമസമാധാന മേഖലയിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും കേരളം ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാട്ടിലും അപേക്ഷിച്ച് വളരെ നല്ല ബഹുദൂരം മുന്നിലാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കളവ് കുറവാണ് സാറേ. അതെ, ഞാൻ വാണിരുന്ന കാലത്തുള്ള കളവ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെന്താണ് കേരളത്തിലെ സ്ഥിതി? മഹാബലിക്ക് ശരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ ചിലപ്പോൾ അസൂയ തോന്നുന്നുണ്ടാകും. കാരണം മഹാബലിയുടെ കാലത്ത് അങ്ങനെയുള്ള കാലത്തെക്കാട്ടിലും നല്ല രീതിയിലുള്ള കളവും ചതിയും ഇല്ലാത്ത ഒരു ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഉള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല മഹാബലിയോട് അങ്ങിൻ്റെ ഭരണത്തോടു കൂടി കിടപിടിക്കാൻ പറ്റിയൊരു ഭരണമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കളവില്ല, ചതിയില്ല, കള്ളമില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ തുച്ഛമായ രീതിയിൽ മാത്രമേ ഉള്ളൂ. നന്നായി വരട്ടെ. എല്ലാവർക്കും എന്റെയും അതേപോലെ മലബാർ വിഷന്റെയും ഓണാശംസകൾ നേരുന്നു. നന്നായി വരട്ടെ. എന്താ സാർ പറയാനുള്ളത്? പറയൂ. അതുപോലെ തന്നെ അത്തോളി പോലീസ് സ്റ്റേഷന്റെ പേരിലും കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ പേരിലും മലബാർ വിഷന് നല്ല ഉയരങ്ങൾ ഉണ്ടാവട്ടെ എന്നും നല്ല പ്രോഗ്രാമും നല്ല പരിപാടികളും മറ്റും ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എല്ലാ മലബാർ വിഷന്റെ എല്ലാ ജീവനക്കാർക്കും, എല്ലാ സ്റ്റാഫിനും, മറ്റെല്ലാവർക്കും, അഭിഭാഷകർക്കും ഓണാശംസ അറിയിക്കുന്നുണ്ട്. അടിപൊളിയാണോ? അടിപൊളിയാണ്. അടിപൊളിയാണ്. പൂവിട്ടിട്ടുണ്ടോ മോള്? ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കണ്ടോ? പായസം വെച്ചിട്ടുണ്ടോ വീട്ടില്? നാളെ വെക്കും. ആരാ പായസം വെക്കണേ? അമ്മ. അമ്മയാണോ? ആ, എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്?
മലയാളമാണോ? ആസാം. ആ, ഓണം അടിപൊളി. ഓക്കെ ഒന്നും വലിയ എങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം? ഓണം എല്ലാ വർഷത്തെ പോലെ തന്നെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. എല്ലാ വർഷത്തേലും ഗംഭീരമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഗംഭീരമായിട്ട് ആഘോഷിച്ചു അല്ലേ? ആ, എന്താണ് കാര്യമായിട്ടുള്ള പരിപാടി ഓണത്തിന് ഈ പ്രാവശ്യം? പൂക്കള മത്സരമല്ല, പൂക്കളിടുക, പിന്നെ സദ്യ, പിന്നെ കുട്ടികളെ കുറച്ച് കളികളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഈ റെസിഡൻസ് തുടങ്ങിയതാണ് എല്ലാ ആൾക്കാരുമായിട്ടുള്ള ബന്ധപ്പെടാൻ തുടങ്ങിയത്. എന്താ ഓണത്തെ കുറിച്ച് പറയാനുള്ളത്? പറയൂ. ഓണം നമ്മൾ കാണാൻ പറ്റും, ഓണം ഉണ്ണണം, അതുപോലെ തന്നെ നാം ഭരിച്ചിരുന്ന കാലത്തുള്ള അതേ ഓണമാണോ ഈ പ്രാവശ്യം? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആ, കളവും ചതിയും ഒക്കെ ഉണ്ടപ്പോ ഇവിടെ കേരളത്തില്? കളവും ചതിയും മാത്രമേ ഉള്ളൂ. അപ്പം അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? അത് ഇല്ലാതാക്കാൻ മാവേലി തിരിച്ചു വന്നാ മതി. മാവേലിക്ക് ഇപ്പം കേരളത്തിലേക്ക് ആകെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ വരാൻ പറ്റുള്ളൂ. നമുക്ക് വാമനനോട് ഒരു വരം വാങ്ങിയാലോ? എന്താ അഭിപ്രായം? ആയിക്കോട്ടെ. അപ്പൊ മാവേലി ഭരിച്ചാൽ മതി എന്നാണോ കേരളം പറയുന്നത് നിങ്ങള്? കേരളം അതന്നെയാവും നന്നാവുക. അപ്പൊ മാവേലിനെ ഭരിക്കാൻ അനുവദിക്കണ്ടേ അവര്? അപ്പൊ നമുക്ക് ഒരു ഓണപ്പാട്ട്, ഒരു രണ്ടുപേരും ഓണപ്പാട്ടായാലോ? പൊന്നോണ നായി നീ വരൂ പൊന്നോണ തുമ്പി. ഈ പൂവിളി പൊന്നോണമായി. ആ രണ്ടു വരിക്ക് മാത്രല്ലേ ഉള്ളൂ, ഒച്ച ബാക്കിയില്ല ഇല്ലല്ലോ. ഇത് ഞങ്ങൾക്ക് അറിയിച്ചു പോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ മാവേലി. ആ, അതുകൊണ്ടാണ്. ശരി, എല്ലാവർക്കും എന്റെയും അതേപോലെ മലബാർ വിഷന്റെയും ഓണാശംസകൾ നേരെയാണ്. എന്താണ് ഓണത്തെ കുറിച്ചുള്ള അഭിപ്രായം? ഓണം സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ ആഘോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേനെക്കാളും എന്തെങ്കിലും വ്യത്യാസം ഈ പ്രാവശ്യം ഉണ്ടോ? എന്നും എല്ലാ ആഘോഷങ്ങൾക്കും പുതുമ ഉണ്ടാവും. ആ പുതുമ ഈ ഓണത്തിനും ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ഓണങ്ങളെക്കാൾ മികച്ചതായിട്ട് പുതിയ തലമുറയ്ക്ക് തോന്നും. എന്തെങ്കിലും ആഘോഷങ്ങൾ പങ്കെടുക്കാറുണ്ടോ? ആഘോഷങ്ങൾ കുടുംബസമേതം ഓണം ആഘോഷിക്കുക, അല്ലാതെ സദ്യയൊക്കെ വെച്ച് ഓണപ്പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടോ? പൂക്കളമൊക്കെ ഉണ്ടോ? വീട്ടിൽ പൂക്കളം ഇട്ടിട്ടുണ്ട്. ഓണം ആഘോഷിക്കുന്ന കുടുംബസമേതം തറവാട്ടിൽ. ഹാപ്പി ഓണം. എന്താണ് അഭിപ്രായം, മോളെ അഭിപ്രായം? ഓണത്തെ കുറിച്ച് എന്താ നല്ല നല്ല അഭിപ്രായം? എന്താ ഓണത്തെ കുറിച്ച് ഈ പ്രാവശ്യം എന്താണ്? നല്ല അഭിപ്രായമാണോ അല്ലെ എന്താണ് മോശം അഭിപ്രായമാണോ? പ്രാവശ്യത്തെ നല്ല ഓണാണ്. വീട്ടിലെ എല്ലാവരും കൂടിയാണ് പൂക്കളൊക്കെ ഇടാറ്. സദ്യയൊക്കെ ഇതായി നല്ലൊരു ദിവസമാണ് എന്നും. പിന്നെ എന്താ പഠിക്കുന്നത് മോള്? ഞാൻ കലാലയത്തിൽ സംഗീതം. എത്രാം വർഷം സംഗീതം പഠിക്കുന്നത്? ഒന്നര കൊല്ലം. അപ്പം ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാവോ? ഞങ്ങൾ രണ്ടാൾ. ആ, പഠിക്കൂ. രാമായണം കഥ പാടിയ പൈങ്കിളി രാഗം മറന്നുവോ, കഥ മറന്നു നിന്റെ രാഗാനുരാഗ ശ്രുതി മറന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയും അടുത്ത വർഷം നല്ലോണം ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹാപ്പി ഓണം. താങ്ക് യു. എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്? ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയണ്ടേ, ഇപ്പോ സമൃദ്ധമായ ഒരു ഓണം എല്ലാവരും ആഘോഷിക്കട്ടെ. ഇതിലും സമൃദ്ധമായ കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഈ പ്രാവശ്യം ഓണത്തിന്? എനിക്കൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയാ, ഇപ്രാവശ്യം എനിക്ക് ഓണമല്ല. അതെന്തുകൊണ്ടാ? പക്ഷെ നമുക്ക് എന്താ പറയാ, മനസ്സിന്റെ അകത്ത് എപ്പോഴും ഓണുണ്ട്. ആഘോഷിക്കാൻ പറ്റൂലെങ്കിലും കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല പൂവ് തരുന്നില്ലേ, അതാണ്. വിലയൊക്കെ ഉണ്ടോ? വില ഞങ്ങള് കുറച്ച് കൊടുക്കാണ് എല്ലാവർക്കും. ആ, നല്ലത് തരട്ടെ. വണ്ടി വരൂ, ലോഡ് വരാണ്ട്. നാളത്തെ ഇപ്പൊ ഉഷാർ കച്ചവടം കൂടി വരിക. ഹാപ്പി ഓണം. എന്താ ഓണത്തെ കുറിച്ച് പറയാനുള്ളത്? വളരെ സന്തോഷിച്ച ദേശീയോത്സവമല്ലേ, ഞങ്ങളൊക്കെ എല്ലാ വർഷവും ആസ്വദിക്കുന്ന ഒരു ഓണം. പുറത്തായിരുന്നു, ഇപ്പൊ ഇവിടെ തന്നെയാണ്. പുറത്താണെങ്കിൽ ഓണത്തിനോട് എത്താറുണ്ട്. അവിടെ ഗൾഫിൽ ഓണം ആഘോഷിക്കാറുണ്ടോ? അയ്യോ, ഗൾഫിൽ മാസങ്ങളോളം ഓണം ആഘോഷിക്കാറുണ്ട്.
ഓണസദ്യ എല്ലാ അസോസിയേഷനിലും ഓണസദ്യയും ഒക്കെ വളരെ വിഭവങ്ങൾ ഉണ്ടാകുന്ന. നല്ല ചെലവായിട്ടുണ്ടോ? വലിയ കുഴപ്പമില്ല, ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുണ്ടോ? ഓണം അങ്ങനെ ആഘോഷിക്കണ്ടോ? നല്ല ഓണം അല്ലേ? എല്ലാവർക്കും മലബാർ വിഷന്റെ ഓണാശംസകൾ. എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്? പല തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിലയുടെ കാര്യങ്ങളും ഷർട്ടിനായാലും പാൻറ് അങ്ങനത്തെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്രാവശ്യം സാധനങ്ങളുടെ കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഓണം ആഘോഷിക്കുന്നുണ്ടോ? ആഘോഷത്തിന് ഒരു കുറവുമില്ല. എല്ലാ പ്രാവശ്യം ആഘോഷം ഇതുപോലെ തന്നെ ഇപ്രാവശ്യം ആഘോഷത്തിന് ഒരു കുറവുണ്ടാവില്ല. ഓണം എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നല്ലതൊക്കെ വരവേൽക്കുന്നു. എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടമൊക്കെ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ച് വയ്യോട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭവിഷ്യത്തായിരിക്കും ഇപ്പൊ കാണുന്നത്. മാവേലി ഭരിച്ചാൽ മതിയായിരുന്നു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയ വെച്ചാൽ അന്നത്തെ ഭരണം നല്ലതായിരുന്നു കേട്ടിരുന്നു. ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ ആ ഭരണമായിരുന്നു നല്ലതെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. അല്ല, നമ്മുടെ ഈ എന്താ പറയാ ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് അതിന്റെ വിലയിരുത്തുന്നത്? പരിഹരിക്കുന്ന വെച്ചാല് ചുറ്റുപാടിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ മാറുന്നില്ല. അതുകൊണ്ടാണുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി വരുന്നത്. ശരി, അടുത്ത പ്രാവശ്യവും ഈ പ്രാവശ്യത്തെ വരെ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹാപ്പി ഓണം. എന്താ മോന്റെ പേര്? ഓണം ആഘോഷിക്കുന്നുണ്ടോ? ഓണം ആഘോഷിക്കുന്നുണ്ടോ? വീണതാണോ? ഓടിക്കളിച്ച് കളിക്കാറുണ്ടോ? മാവേലിനെ കണ്ടിട്ടുണ്ടോ? ഓണം ഇഷ്ടമാണോ? പായസം വെക്കാറുണ്ടോ? ആരാ പായസം വെക്കണേ? അമ്മയാണോ പായസം വെക്കണേ? ആ, അച്ഛനെന്താ കുടിക്കാറ്? ബ്രാൻഡിയാ? അച്ഛൻ ബ്രാൻഡിയാണോ കുടിക്കുന്നേ? മാങ്ങാണയാണോ കുടിക്കുന്നേ? മാങ്ങാണയാണോ കുടിക്കുന്നേ? മാവൻ പറഞ്ഞതിനെ പറ്റി എന്താ അഭിപ്രായം? ഉള്ളതാണല്ലോ. ആ, ഇനിയിപ്പോ കേരളത്തിൽ മദ്യം നിരോധിക്കുകയാണല്ലോ. എന്താ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലൊരു കാര്യമാണ്. ചേച്ചി പായസം വെക്കാറുണ്ടല്ലേ? ഈ ഓണം ആഘോഷിക്കുന്നുണ്ടോ? നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടോ? നന്നായിട്ട് ആഘോഷിക്കണം. പായസമൊക്കെ വെച്ച് ഈ പൂവിട്ടിട്ടുണ്ടോ? എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ടോ ഓണം? ശരി, എല്ലാവർക്കും ഓണം ആശംസകൾ. എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം? പറയും. ഓണത്തെ കുറിച്ച് പറയാൻ ഇപ്പം ഈ തൊഴിൽ മേഖലയെല്ലാം സ്തംഭിച്ചു നിൽക്കുന്ന കാരണം ഞങ്ങളുടെ ടൈലറിങ് വരെ മോശമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പൊതുവെ അങ്ങാടിയിൽ വിജനമായി കിടക്കുക. ഇനി എല്ലാവരും മാവേലിയുടെ ഡ്രസ്സ് ആക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും വേണ്ടി വരുന്ന തോന്നുന്നത്. അതായിരിക്കും നന്നാവുക. എല്ലാവരും മാവേലി ആവട്ടെ. എന്താ പേര്? ശിവതീർത്ഥ. എന്താ? ശിവതീർത്ഥ. എത്രാം ക്ലാസ് പഠിക്കണു? UKG പഠിക്കണു. ഓണത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഹാപ്പി ഓണം. നല്ല പൂവിട്ടിട്ടുണ്ടോ? പായസം വെച്ചിട്ടുണ്ടോ? പായസം ആരാ ഉണ്ടാക്കിയത്? അച്ഛമ്മയാണോ ഉണ്ടാക്കിയത്? അതെന്താ അമ്മയ്ക്ക് പായസം ഒക്കെ അറിയില്ലേ? അറിയാം. പിന്നെ വേറെ എന്തൊക്കെയാ ഓണത്തെ പറ്റി പറയാനുള്ളത്? ആരാ ഇത് വാങ്ങി തന്ന? ആരാ? അമ്മ വാങ്ങി തന്നാണോ? അമ്മയ്ക്ക് ഇത് വാങ്ങി തരാൻ അറിയില്ല, പായസം ഒക്കെ അറിയില്ലേ? നമ്മോള് പായസം വെക്കണം കേട്ടോ. ഒരു വരി പാട്ട് പാടാവോ? ഏതെങ്കിലും പാടാവോ? ഇല്ലേ? നഴ്സറിയിലെ പാട്ടില്ലേ? സ്കൂളിലെ പാട്ടില്ലേ? ഒരു പാട്ട് പാടുവോ? രണ്ടുപേരും അങ്ങോട്ട് നോക്കി പാടുവോ? മിന്നുന്നതെല്ലാം പൊന്നല്ല, കണ്ണാം തുമ്പിൽ കാഞ്ചനത്തുമ്പി, കാതിൽ കേട്ടത് പാട്ടല്ല, ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരം പിളി വന്നിറങ്ങും, തന്നിടാം ഒരു പൊന്നോല. ഹാപ്പി ഓണം. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. നല്ലത് വരട്ടെ കേട്ടോ. ഷൈക്കിനോട്ടാ. എല്ലാവർക്കും മലബാർ വിഷന്റെ ഓണാശംസകള്. എന്താണ് ഈ പ്രാവശ്യത്തെ ഓണത്തെ കുറിച്ച് പറയാനുള്ളത്? ഓണം നല്ല ഒരു ആഘോഷമായിട്ട് എല്ലാവരും കൊണ്ടാടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും വസ്ത്രങ്ങളൊക്കെ എടുക്കുന്ന തിരക്കാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തിനോട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ഈ പ്രാവശ്യം ഓണത്തിന്? അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. എല്ലാവർക്കും ജോലിയൊക്കെ കുറവാണ്, വർക്കിംഗ് ഒക്കെ കുറവാണ്. എനിക്ക് സിമെന്റ്, കമ്പി, പൂഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഒരു ഉണ്ട്. തൊഴിലിന്റെ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് അല്ലേ? അപ്പം എന്തായാലും നമുക്കത് മെച്ചപ്പെടുത്തി അങ്ങനെ ഒത്തുപിടിച്ച് പോകുന്നുണ്ടല്ലേ?
അകത്ത് പിടിച്ചിട്ടുണ്ട്. ഓണം ആഘോഷിക്കുന്നുണ്ടോ ഈ പ്രാവശ്യം? ഓ ഉണ്ട് ഉണ്ട്. ഓ ഓ ഓണം മഴയാണ്. മദ്യം നിർത്തിയാലേ പനി. എന്താണ് അഭിപ്രായം? എന്താണ് നിന്ന് പോകുന്നത് കൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ്. പുതിയ നമ്മളെ തലമുറേനെ ഒരു നല്ല രീതിയിൽ വളർത്താനും ആ രീതിയിൽ അച്ഛനും അമ്മമാർക്കൊന്നും ഒരു പേടിയില്ലാണ്ട് ഒരു ഉത്കണ്ഠയില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നു. ശരി ശരി. എന്നാൽ എല്ലാ ഓണം ഈ പ്രാവശ്യം നന്നായിട്ട് കഴിഞ്ഞ വർഷത്തേനെക്കാട്ടും ഉഷാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പച്ചക്കറി വാങ്ങാൻ വന്നാ? പച്ചക്കറിക്കൊക്കെ എങ്ങനെ വില? നല്ല വില. ഓണം ആഘോഷിക്കണ്ടോ? പോയിട്ടിട്ടുണ്ടോ? വീട്ടിൽ നിന്ന്. പിന്നെ ഓണത്തിന് വേറെ എന്താ പരിപാടി? നേരത്തെ സദ്യ. സദ്യ ആരാ വെക്കണേ? അമ്മമ്മ. അമ്മമ്മയാണോ വെക്കണേ? അമ്മമ്മ ഇങ്ങോട്ട് നോക്കിയേ. അമ്മമ്മ സദ്യ വെക്കാറുണ്ടോ? ഓണത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഈ പ്രാവശ്യം ഓണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഓ എല്ലാരും ഉണ്ട്. ഓണത്തിന് കോഴിയൊക്കെ വാങ്ങി, പച്ചക്കറിയൊക്കെ വാങ്ങി. ഓണത്തിന് കോഴിയൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലേ? പിന്നെ വീട്ടില് പായസമൊക്കെ ഉണ്ട്. ഓ പായസം വെക്കും. മക്കളൊക്കെ ഉണ്ട്. മക്കളൊക്കെ വരും. മിതമായൊരു വിലയുള്ളൂ, കൂടുതലായിട്ടൊന്നും ഇല്ല. എന്താണ് ഓണത്തെ പറ്റി ഈ പ്രാവശ്യമുള്ള അഭിപ്രായം? സാധനത്തിനൊക്കെ വില കുറവാണ്. പച്ചക്കറിയൊക്കെ വില കുറവല്ലേ? ചേട്ടന് മാത്രമാണല്ലോ വില കുറവ്, അവിടെ ബാക്കി എല്ലാവരും വില കൂടുതലാണെന്നല്ലേ പറഞ്ഞേ? സാധാരണത്തേക്കാളും വില കുറവാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഉള്ളിക്ക് 40 റുപ്യ, ഇപ്പൊ 20 റുപ്യ, 24 റുപ്യ. തക്കാളിക്ക് 40 റുപ്യ, 50 റുപ്യ, ഇപ്പൊ 24 റുപ്യേ ഉള്ളൂ. അപ്പൊ വില കുറവല്ലേ? എല്ലാ പ്രാവശ്യത്തിനും ഓണം ആഘോഷിക്കണ്ടോ? നിങ്ങള് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? അമ്മക്കിപ്പൊ കച്ചവടം ഉണ്ടാവില്ല, 2 ദിവസം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പച്ചക്കറിന്റെ അല്ലേ ഇപ്പില്ലേ? അടുത്ത പ്രാവശ്യം നന്നായിട്ട് കച്ചവടം ചെയ്തിട്ട് ഓണം ഉഷാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ഓണം. ഹാപ്പി. അഭിപ്രായം ആഘോഷിക്കുന്നുണ്ടോ ഈ പ്രാവശ്യം? ആഘോഷിക്കുന്നുണ്ട്. പിന്നെ പുറമേയുള്ളതാണോ അല്ല കേരളത്തിന് പുറത്ത് വിദേശത്ത് പോരുണ്ടോ? ഞാൻ കേരളത്തിൽ തന്നെയാണ്. ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ തിരൂരാണ് വർക്ക് ചെയ്യുന്നത്. സ്കൂളുകളിലും സ്കൂളൊക്കെ ഇന്നലെ നല്ല ഓണാഘോഷമായിരുന്നു. ആഘോഷിച്ചു. ഇപ്പൊ എവിടെ പോണേ? ഇപ്പൊ ഒന്ന് ഓണത്തിരക്കിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് കോഴിക്കോട്ടേക്ക് പോവാണ്. ഈ ട്രാഫിക് ജാമിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ട്രാഫിക് ജാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓണത്തിന്റെ നമ്മളെ ലിമിറ്റഡ് സമയമാണുള്ളത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഓടിയെത്താൻ പറ്റാത്തൊരവസ്ഥ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ മാവേലിയുടെ ഒരു പുതിയ കാലം വരികയാണെങ്കിൽ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മാവേലി നാടിനാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മള് അങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്ക് അങ്ങനെ നല്ലൊരു കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? എന്നാ വെരി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു. എന്റെ കച്ചവടം പൂക്കച്ചവടം. ആ പൂവ് ഇപ്പൊ തരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, അവിടുന്ന് ഇവിടുന്ന്. വിലയൊക്കെ ഉണ്ടോ? നല്ല വിലയാണ്. എങ്ങനെയാ ജനങ്ങളെ പ്രതികരണം എങ്ങനെയാണ്? ഓണായിട്ട് പൂവ് കുറവാണ്, കഴിക്കാൻ പറ്റുന്ന വില കൂടുതലുള്ള കംപ്ലൈന്റ് ഉണ്ട്. വില കൂടുതലാന്നുള്ളുണ്ട്. അപ്പം ജനങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടല്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ടും. ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നുണ്ടോ? ആഘോഷം തന്നെ എന്താ, ഓണം വിറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും, അത്ര തന്നെയുള്ളൂ. അത് നാളെ രാവിലെ വരെ ഉണ്ടാവും. അല്ല പ്രത്യേകിച്ച് ഓണം ആഘോഷിക്കുന്നൊന്നുമില്ല. അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഓണത്തിനെ പറ്റി പറയാനുള്ളത്? ഓണം മലയാളികളുടെ പ്രിയപ്പെട്ട. അതുകൂടാതെ ഈ പ്രാവശ്യം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പച്ചക്കറി എന്താ കച്ചവടമൊക്കെ എങ്ങനെ? കച്ചവടം ഒരു ഏവറേജ് കച്ചവടമാണ്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ. വിലയൊക്കെ ഉണ്ടാവുന്നല്ലേ? പയറിനങ്ങൾക്ക് വില ജാസ്തിയാണ്. പയറിനങ്ങൾക്ക് വില ജാസ്തി. എന്നാലും കേരളീയർ വാങ്ങുന്നില്ലേ? പച്ചവളം വാങ്ങുന്നില്ലേ? ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യത്തിലും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടോ ഓണം? കുഴപ്പമില്ലാത്ത രീതിയിൽ. മഴ ആയതുകൊണ്ട് ചെറിയൊരു. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. റോഷൻ ചാനലിൽ നിന്നാണ്. എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ള? കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. ഈ മറിയ പറ്റില്ല. ആളുകൾ സാധനം വാങ്ങുന്നുണ്ടോ? ഓണപ്പറ്റി ഉഷാറായി. എനിക്ക് കൊല്ലത്ത് ഉഷാറാ. കഴിഞ്ഞ കൂടിയോ അങ്ങനെ പോകുന്നുണ്ട്. ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കണ്ടോ? ആഘോഷത്തിന് പോകണ്ട്. വെരി ഹാപ്പി ഓണം. നമസ്കാരം, മലബാർ വിഷനിലാണ്. എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്? ഓണമൊക്കെ വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. വളരെയധികം സന്തോഷത്തിലാണ്. കച്ചവടമൊക്കെ അങ്ങനെ ബിസിനസ്സൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ബിസിനസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കും. ഓണത്തിന് എന്തെങ്കിലും ഈ പ്രാവശ്യം എന്തെങ്കിലും വ്യത്യാസം, പ്രത്യേകതകൾ തോന്നുന്നുണ്ടോ? സാമ്പത്തികപരമായിട്ടുള്ളൊരു കോട്ടം കാണുന്നുണ്ട്, വേറൊന്നുമില്ല. നന്നായി വരട്ടെ. എന്നാൽ ശരി. എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്? അതാ പറഞ്ഞോളൂ. എന്താ പറയാനുള്ളത്? എല്ലാത്തിനും വില ജാസ്തി.
പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? പ്രത്യേകമായിട്ട് എന്താ പറയാനുള്ളത്? പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണോ? വില, കോഴിക്ക് വില, പപ്പടത്തിന് വില. പപ്പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. പപ്പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണോ? പപ്പടം എങ്ങനെ ഇപ്രാവശ്യം? ഭാഗത്തുനിന്ന് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇല്ല. പപ്പടം ഉണ്ടാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടും മാത്രമേ ഉള്ളൂ. അത് പാവങ്ങൾക്കില്ല. പണക്കാർക്ക് മാത്രമാണ് സർക്കാർ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ മാവേലി ഭരിക്കണം തോന്നുന്നുണ്ടോ? മാവേലി ഭരിച്ചാ തിരക്കേട്ടില്ല എന്നുണ്ട്. ഇല്ല. അതെ. വേറെ എന്നാലും ഓണം ആഘോഷിക്കാതിരിക്കില്ലല്ലോ. എന്താണ് ഓണത്തെ കുറിച്ച് ഈ പ്രാവശ്യം പറയാനുള്ളത്? ഓണത്തെ കുറിച്ച് ഓണം അടിപൊളിയാക്കാം നമുക്ക്. ഇനി ഇതുപോലുള്ള നല്ല ഓണം. വ്യത്യാസം എന്ന് പറഞ്ഞാല് എല്ലാ പ്രാവശ്യം ഇപ്പൊ സാമ്പത്തികത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ കേൾക്കുന്നുണ്ട്. സാമ്പത്തികത്തിന്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഓണങ്ങൾ ഇങ്ങനെ വരട്ടെ. ഓണം അടിച്ചു വിളിക്കാം. അത്രേ. ശരി. നല്ല വിശേഷമാണ്. നല്ലൊരു ഓണമാണ്. ആഘോഷിക്കാൻ കുട്ടികൾക്ക് നല്ലൊരു ഓണമാണ് ഇപ്പം വരുന്നത്. ഈ പ്രാവശ്യം ഓണത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഓണത്തിന് വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സാമ്പത്തികമായിട്ടൊന്നും നമുക്കില്ല. നമ്മൾ കൂലിപ്പണിയാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല. ഓണം ആഘോഷിക്കുന്നുണ്ടോ? ഓണം നല്ലപോലെ ആഘോഷിക്കുന്നുണ്ട്. കുട്ടികൾ വന്ന്. ഇപ്പൊ എവിടെയാ പോകുന്നത്? ഞാനിപ്പം സാധനം വാങ്ങാൻ പോവുകയാണ്. സന്തോഷമുള്ള ഓണാണ്. പിന്നെ മദ്യനിരോധനെ പറ്റി സന്തോഷമുണ്ട്. നിരോധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ കേരളത്തില്? പ്രശ്നമല്ല, സന്തോഷമേ ഉള്ളൂ. ആ കാര്യത്തിൽ സ്വന്തമായിട്ട് മാവേലി ഭരിച്ചിരുന്ന കാലത്തുള്ള പോലെ മാറ്റി തുടങ്ങില്ലേ? ഇല്ലല്ല, ആ മാറ്റമൊക്കെ കുറയപ്പാ. കുറയും. അതിന് വിശ്വാസമുണ്ട്. വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഹാപ്പി ഓണം. അത്രേ ഉള്ളൂ. എന്താണ് പറയാനുള്ളത് ഓണത്തെ പറ്റി? എന്താ പറയാ? എങ്ങനെ പോകുന്നു ഓണം? ഈ പ്രാവശ്യം അടിച്ചു വിളിക്കണ്ടോ? സാമ്പത്തികമാണെന്നാണോ പറയുന്നത്? ആർക്കും പണിയൊന്നുമില്ലേ കേരളത്തില്? പണി വളരെ കുറവാ. പിന്നെ മാവേലി ഇന്ന് രാവിലെ മലബാർ വിഷൻ ചാനലുകാരെ വിളിച്ചപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ വന്നു. അപ്പൊ കേരളത്തിൽ വന്നപ്പോഴാണ് പുള്ളി സാമ്പത്തികത്തിന്റെ പ്രശ്നം മാത്രമേ കേൾക്കാനുള്ളൂ. എന്താ വിഷയം? വിലക്കയറ്റം. അതിപ്പോ മാവേലി ഭരിച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ ഇപ്പം? തീർച്ചയായും തിരിച്ചു വന്നാൽ അത്രയും നല്ലത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെയാണല്ലോ പറയുന്നത്. എന്താണ് നമുക്ക് തിരിച്ചു വരാൻ എന്തായാലും പറ്റില്ലല്ലോ. പാവങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി ചെയ്യണം. അത് നമുക്ക് ഏവർക്കും കേരള സർക്കാരിനോട് പ്രാർത്ഥിക്കാം. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പുതിയതായിട്ട് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ. ഓണം എല്ലാവർക്കും നല്ല ഓണം. ഹാപ്പി ഓണം. പറ്റി മാവേലിയാണ്. ഓണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നമ്മൾ കണ്ണും കാണാത്ത ഒരാളാണ്. ദൈവം സഹായിക്കട്ടെ. പിന്നെ ഓണത്തെ പറ്റി എന്താ പറയാ? ഓണം ആഘോഷിക്കണ്ടോ? ഇല്ല, ആഘോഷമൊന്നുമില്ല. നമ്മളിങ്ങനെ ഇപ്പൊ എവിടെയാ പോകുന്നത്? ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ സഹായിക്കണോ? റോഡിന്റെ ആ സൈഡായി തന്നാ മതി. ആ സൈഡിലാക്കി തരണം. അപ്പൊ വരൂ. വരൂ. ഓണല്ലേ? പൂവിട്ടിട്ടുണ്ടോ? ഉണ്ടോ? മോളെ പേരെന്താ? പായസം വെച്ചിട്ടുണ്ടോ വീട്ടില്? ആരാ പായസം വെച്ചേ? അമ്മയാണോ? അരിപ്പായസാണോ? ആരാ പായസം വെച്ചേ? അമ്മ. അമ്മ എവിടെ പോയി? അമ്മ മാവേലിക്ക് പോയോ? മാവേലിയല്ലേ ഇരിക്കുന്നേ? മാവേലിയല്ലേ ഇത്? പിന്നെ നഴ്സറി പോറണ്ടോ? പാട്ടറിയോ? ഒരു പാട്ട് പാടുവോ? പണ്ടൊരു സുന്ദരി കാക്കയ്ക്ക് കിട്ടി നല്ലൊരു നെയ്യപ്പം. നെയ്യപ്പം കണ്ട് കൊതിയായി സുത്തം ചൊല്ലി കുതുക്കച്ചേ പാട്ടിനെന്തൊരു മാധുര്യം. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. മാവേലിയുടെ കൂടെ പോരുന്നോ? ഇല്ല. ഞങ്ങള് അമ്മനെ കൂടിയ പോവാ. ഓണം ഉണ്ടോ? ഓണം ആഘോഷിക്കുന്നുണ്ടോ? ഇല്ല. എന്നാലും ഓണം ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഓണം ആഘോഷിക്കണ്ടേ? ഓണം വീട്ടില് ആഘോഷിക്കണ്ടേ? കുട്ടികൾക്കൊക്കെ ഓണുണ്ട്. എന്തൊക്കെയാണ് ഓണത്തെ പറ്റി പറയാനുള്ളത്? ഓണം ദേശീയോത്സവമാണ്. എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും സന്തോഷപ്രദമായൊരു ഓണം ആണെന്ന് ആശംസിക്കുന്നു. പിന്നെ എന്താണ് കച്ചവടമൊക്കെ എങ്ങനെ പോണു?
കച്ചവടം തിരക്കുകൾ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ആ, എന്താ സാമ്പത്തിക ബുദ്ധിമുട്ട് ജനങ്ങളിൽ നിന്നും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഈ പ്രാവശ്യം ഓണത്തെ പറ്റി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണ്ടോ? വേറെ ഓണത്തിന്റെ ഇപ്പൊ നമ്മള് ബേക്കറിക്കാരൊക്കെ ലീവില്ല, എല്ലാ ദിവസവും ഡ്യൂട്ടി തന്നെ. ഓണം സർക്കാരിന് ഇതുകൊണ്ടൊക്കെ ബോണസ് കിട്ടിയത് കൊണ്ട് എല്ലാവരും ഉഷാറാക്കി പോകുന്നുണ്ട്. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം പറയുന്നത്? ഓണം എല്ലാ ജനങ്ങളും ആഘോഷിക്കുന്ന ഒരു ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഓണത്തിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോ? എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിക്കും. എല്ലാവർക്കും ഓണാശംസകളായിരുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. ാണ് എല്ലാവർക്കും ഓണാശംസ നേരുന്നു. എവിടുന്ന ഓണം ആഘോഷിക്കുന്നുണ്ടോ? ഹാപ്പി ഓണം. ഇപ്പൊ ഓണ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് പോവാണല്ലേ? വീട്ടിലേ പോ. പിന്നെ ഈ പ്രാവശ്യം ഓണത്തെ പറ്റി എന്താ പറയണ്ടോ? ഓണം വളരെ മനോഹരമായ ഒരു ഓർമ്മകൾ തരുന്ന, വളരെയധികം നല്ല സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ചേച്ചി ഈ പ്രാവശ്യം ഓണത്തിന്? അങ്ങനെയൊന്നും വിലക്കയറ്റുണ്ട് എല്ലാത്തിനും. സാമ്പത്തിക പ്രശ്നമാണ്, എല്ലാവരും കേരളത്തിലെ എല്ലാവരും ജനങ്ങളും പറയുന്ന സാമ്പത്തിക പ്രശ്നമാണ്. പ്രാവശ്യം ഒരുപാട് സാധനങ്ങളൊക്കെ വില കൂടി, ഡീസൽ, പെട്രോള് എല്ലാത്തിനും വില കൂടി അനുസരിച്ച് സാധനങ്ങൾ, പച്ചക്കറിയൊക്കെ വില കൂടി. അത് വളരെയധികം ബാധിക്കുന്നുണ്ട് ജനങ്ങളെ. വെയിൽ കൊള്ളുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും നല്ല ഓണം ആശംസിക്കുന്നു. ശരി, ഹാപ്പി ഓണം. ഓണം അടിപൊളിയായി. റെഡി. എന്നാ ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓണപ്രാവശ്യം നല്ല പൊടിപൂരമുള്ള ഓണല്ലേ. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് പൈസ ഇല്ലാത്ത പ്രശ്നം. എന്നാലും അച്ചാറാണല്ലോ ഓണത്തിന്റെ ഒരു സദ്യക്ക് ഒരു പ്രത്യേകമായിട്ട് വേണ്ട ഒരു സാധനമാണല്ലോ അച്ചാർ. അപ്പം ഇത് വീട്ടിൽ നിന്ന് തന്നെയാണോ ഉണ്ടാക്കുന്നത്? അതെ. എങ്ങനെയാ ജനങ്ങളെ പ്രതികരണം? തിരക്കില്ല. നല്ല കച്ചവടം. സ്ഥിരമായിട്ട് സ്ഥിരം ഇവിടെ തന്നെ. പിന്നെ ഓണത്തിന് പ്രത്യേകിച്ച് ആഘോഷം എന്തെയുണ്ടോ? അങ്ങനത്തെ ആഘോഷങ്ങളൊന്നുമില്ല. ഓണം ആഘോഷിക്കണം. ആഘോഷിക്കുന്നില്ലേ ഓണം? ഉഷാറായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ. മലബാർ വിഷന്റെ ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും. എന്താണ് ഓണത്തെ കുറിച്ച് ഇപ്രാവശ്യം പറയാനുള്ളത്? കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ ഉഷാറായിട്ട് പോയിക്കുന്നു ഈ പ്രാവശ്യം. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഓണം ആഘോഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ആഘോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ അനുകൂലമാണല്ലോ ഓണത്തിന്. വെയിലൊക്കെ ഉണ്ട്, മഴ കുറവാണ്. അപ്പോൾ ഓണം ഈ പ്രാവശ്യം അടിച്ച് പൊളിക്കുന്നത് തോന്നുന്നു. ഓണം ഈ സാമ്പത്തിക മാന്ദ്യം അങ്ങനെ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? സാമ്പത്തിക മാന്ദ്യം കുറവാണ്. ഇപ്പം എന്തെങ്കിലും ജോലിയുണ്ട്, സാധനം പൂഴിയൊക്കെ വരുന്നുണ്ട്, ലേബർ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളൊക്കെ നല്ല ജോലിയിലാണ്. എന്താ പറയാനുള്ളത്? ഓണം ആഘോഷിക്കുന്നുണ്ടോ? എന്താ ഓണം ആഘോഷിക്കാത്ത? ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. നല്ല ഓണം. കച്ചവടമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. മഴ കാലാവസ്ഥ മോശമാണ്. പിന്നെ കുറച്ച് ആളുകൾ പറയുന്നുണ്ടല്ലോ വില കൂടുതലുണ്ടെന്ന്. വില കൂടുതൽ തന്നെയാണ്. സാമ്പത്തികമായി ആരാക്കും സാധനം വാങ്ങാൻ കഴിയുന്നില്ല. വില കൂടുതൽ കൊണ്ട് സാധനം വാങ്ങാൻ കഴിയുന്നില്ല. പിന്നെ എല്ലാവർക്കും ഓണം ആശംസ. എന്താണ് ഓണത്തെ പറ്റിയുള്ള അഭിപ്രായം? ഓണത്തെ പറ്റി എന്താ നല്ല അഭിപ്രായം തന്നെ. കച്ചവടമൊക്കെ ഉഷാർ തന്നെ. അപ്പം ജനങ്ങള് വില കൂടുതലാന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ. കേരളക്കാർ മുഴുവൻ അങ്ങനെയാണല്ലോ പറയുന്നത്. വിലക്കുറവ്, മീനിനൊക്കെ വളരെ വില കുറവാണ്. സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതിമാന്യം അനുഭവപ്പെട്ടു. എന്നാലും ഓണം ആഘോഷിക്കാതിരിക്കോ? ഓണം ആഘോഷിച്ചുകൊണ്ട് വെള്ളടി തുടങ്ങി. അതാണ് എല്ലാ കാര്യവും ഉണ്ട് അല്ലേ? സർക്കാർ ഇത് നിർത്തലാണല്ലോ. അപ്പൊ എന്താ ചെയ്യാ? നിർത്തിയാലും എല്ലാ സാധനത്തിനും വില കൂടിയില്ലേ. വെള്ളടി നിർത്തിയപ്പം സാധനമൊക്കെ വില കൂടി. എന്താണ് അപ്പൊ അതുകൊണ്ട് രണ്ടാമത് തുടങ്ങാനേ. ശരി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. മലബാർ വിഷന്റെ ഓണാശംസകൾ. എന്താണ് ഈ ഓണത്തിന്റെ ഈ പ്രാവശ്യം എന്തെങ്കിലും വിശേഷമുണ്ടോ ഓണത്തിന്? ഓണത്തിന് മദ്യം കിട്ടാനില്ല, അതാണ് ഏറ്റവും നല്ല വിശേഷം. മദ്യം നിരോധിച്ചത് ഏറ്റവും നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. ധീരമായ നടപടിയാണ്. ഇങ്ങനെ ഭരണാധികാരികൾ ധീരമായ നടപടി എടുത്താൽ മാത്രമേ നാട് നന്നാവുള്ളൂ. മാവേലി ഭരിച്ചിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മാവേലിയെ പോലെ തന്നെ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത ധീരമായ നടപടിയാണ്. എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, നല്ല കാര്യം തന്നെ. മദ്യം നിരോധിച്ചത് അതെ, നല്ല കാര്യം തന്നെ. സാമ്പത്തിക മാന്ദ്യം എങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ?
അത് പൈസ ഇല്ലാത്ത പ്രശ്നമുണ്ട്, പക്ഷെ ഓണത്തിന് ആരും അത് കാണിക്കില്ല. അതല്ല നമുക്ക് വേണ്ടത്. ഓണം നമ്മുടെ ദേശീയ ആഘോഷമല്ലേ? അതെ, ദേശീയ ആഘോഷമാണ്. അതല്ല ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം. ഇപ്രാവശ്യം കച്ചവടം എങ്ങനെ പോകുന്നു? കച്ചവടം കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓണത്തിന് പൊതുവെ വലിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ ഉള്ളത്. അത്രേ ഉള്ളൂ. എന്നാലും ഓണം ആഘോഷിക്കുന്നില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. പിന്നെ ജോലിന്റെ ഭാഗമായിട്ട് ഇന്ന് പിന്നെ ഇവിടെ നിന്നു എന്നുള്ളൂ. ബാക്കി എല്ലാവരും ഹാപ്പി ഓണം. മദ്യം നിർത്തലാക്കിയതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? സ്വാഗതം ചെയ്യുന്നു. ശരി, നന്നായി വരട്ടെ. നല്ല ഓണം, ഹാപ്പി ഓണം. എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്? ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഇപ്പോൾ ഈ സമയത്തിൽ എല്ലാ നല്ല കാലാവസ്ഥ നല്ല അനുകൂലമാണ്. ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും ഓണപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. അതിന് പിന്നെ ഓണപ്പൂക്കളം ഇളക്കിയിട്ടുണ്ട്. അതിനനുബന്ധിച്ചുള്ള എല്ലാ വീടുകളിലും ഓണത്തപ്പൻ വരാറുണ്ട്. ഓണപ്പാട്ടുകളെല്ലാം പാടാറുണ്ട്. ഇവിടെ അത്തോളിയിൽ ഓട്ടോറിക്ഷ ഞങ്ങൾ പായസ വിതരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തോളി ഹൈസ്കൂളിലുള്ള എല്ലാ ഓട്ടോറിക്ഷ എല്ലാവർക്കും ഓണാശംസകൾ. മദ്യം നിർത്തലാക്കിയതിനെ പറ്റി എന്താ ഓട്ടോ ഡ്രൈവർമാരെ നിങ്ങൾക്ക് പറയാനുള്ളത്? നഷ്ടമല്ല സംഭവം. മദ്യം നിർത്തലാക്കിയതിനെ കുറിച്ച് എന്താണ് പറയുക? നല്ല അഭിപ്രായം. എന്താണ് അഭിപ്രായം? അല്ല, ഇപ്പോ ഇത് നിർത്തലാക്കിയ സ്ഥിതിക്ക് ഇതിപ്പോ ഓണത്തിനൊന്ന് കൊഴുപ്പ് കൂട്ടാൻ ഇപ്പോ വേറൊരു സാധനം ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ പൊതുവെയുള്ള ഒരു സംസാരം. അപ്പൊ മാവേലി ഭരിച്ചിരുന്ന കാലത്തുള്ള പോലെ നാടൻ കാറ്റ് സമ്പ്രദായം കേരളത്തിൽ വരണം എന്നാണോ ആഗ്രഹിക്കുന്നത്? ആർക്കും ടൈമില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഇപ്പൊ നാടൻ കാറ്റൊന്നും ഇപ്പൊ ആർക്കും താല്പര്യമില്ല, പിന്നെ ടൈമില്ല. മെയിനായിട്ട് ഇയാളൊക്കെ ഭയങ്കര വിഷമത്തിലാണ് ഇപ്പൊ. എന്നാലും എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ടല്ലേ? എന്താ എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ടോ? എന്തിനാ വന്നപ്പോ ഇവിടെ? ചിത്രം വരച്ചോ? പ്രൈസ് കിട്ടുന്ന ഉറപ്പുണ്ടോ? കുറച്ച് ഉറപ്പുണ്ട്. കുറച്ച് ഉറപ്പ് അല്ല, എല്ലാരും നല്ല വരച്ചാലും നമുക്ക്. പാട്ട് പാടാറിയോ? അല്ലല്ല.